എൻ പ്രശാന്ത് IAS-ഉം സർക്കാരും വീണ്ടും നേർക്കുനേർ. മുതിർന്ന IAS ഉദ്യോഗസ്ഥരെ സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചെന്ന് ചൂണ്ടിക്കാട്ടി എൻ പ്രശാന്ത് IAS-നെതിരെ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. എന്തായിരുന്നു അധിക്ഷേപമെന്നറിയാൻ ആകാംക്ഷയുണ്ടെന്നും കൃത്രിമത്വവും അഴിമതിയും ജനങ്ങളെ അറിയിക്കുന്നത് എങ്ങനെ അധിക്ഷേപമാകുമെന്നും എൻ പ്രശാന്ത് സമൂഹമാധ്യമത്തിലൂടെ തിരിച്ചു ചോദിക്കുന്നു. സസ്പെൻഡ് ചെയ്ത് 6 മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്ന ചട്ടം നിലനിൽക്കെ 9 മാസങ്ങൾക്ക് ശേഷമാണ് എൻ പ്രശാന്തിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത്. വിവരങ്ങളുമായി SP ശ്രീനന്ദ ഒപ്പം ചേരുന്നു. ശ്രീനന്ദ, അന്വേഷണം പ്രഖ്യാപിച്ചുടൻ കൃത്യമായ മറുപടി ചോദ്യങ്ങളുമായി എൻ പ്രശാന്ത് തിരിച്ചു ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. മറ്റൊന്ന്, ഈ അന്വേഷണം പ്രഖ്യാപിച്ച് 6 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണല്ലോ. ഇതിപ്പോൾ സസ്പെൻഡ് ചെയ്ത് 9 മാസം കഴിയുമ്പോഴാണ് ആ ചട്ടം ലംഘിച്ചുകൊണ്ട് ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. എന്താണ് എൻ പ്രശാന്തിന്റെ മറുപടി? കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ 9 മാസങ്ങൾക്കിപ്പുറമാണ് ഇത്തരമൊരു സർക്കാർ ഉത്തരവിറങ്ങിയിരിക്കുന്നത്. എൻ പ്രശാന്ത് കഴിഞ്ഞ നവംബറിലായിരുന്നു തൻ്റെ മുതിർന്ന IAS ഉദ്യോഗസ്ഥർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിരുന്നത്. അദ്ദേഹം പറയുകയുണ്ടായി, അവർ ചെയ്ത കൊള്ളരുതായ്മകളും അവർ ചെയ്ത കള്ളത്തരങ്ങളും എല്ലാം തന്നെ പുറത്തു പറയുന്ന ഒരു പോസ്റ്റാണ് അദ്ദേഹം ഇട്ടിരുന്നത്. ശേഷം ഈ ഒരു പോസ്റ്റിനെതിരെ അദ്ദേഹത്തിന് സസ്പെൻഷൻ നടപടികൾ നേരിടേണ്ടി വന്നു. 9 മാസങ്ങൾക്കിപ്പുറമാണ് ഈ ഒരു സസ്പെൻഷൻ നടപടിക്ക് അല്ലെങ്കിൽ ഈ ഒരു സർക്കാർ ഇദ്ദേഹത്തിനെതിരെ ഒരു നടപടിക്ക് ഉത്തരവിട്ടിരിക്കുന്നത്. IAS ഉദ്യോഗസ്ഥനായ ഇപ്പോഴത്തെ ചീഫ് അഡീഷണൽ സെക്രട്ടറി ആയ രാജൻ ഖോപ്രഗഡെ, അതുപോലെ തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ടിങ്കു ബിസ്വാൾ എന്നടങ്ങുന്ന 2 സംഘമാണ് ഈ ഒരു അന്വേഷണം നടത്താനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇത്തരമൊരു അന്വേഷണത്തിനായി ഉത്തരവിട്ടത്. ശേഷം ഇന്ന് രാവിലെ എൻ പ്രശാന്ത് സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അദ്ദേഹം പറയുന്നത് എന്താണ് താൻ ചെയ്ത തെറ്റ്, അതുപോലെ എന്താണ് അധിക്ഷേപം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. സാധാരണ ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ മാത്രമാണ് താൻ വ്യക്തമാക്കിയത്. ഇതിനെ എങ്ങനെയാണ് അധിക്ഷേപം എന്ന രീതിയിൽ പ്രചരിക്കുന്നത് എന്നുകൊണ്ടാണ്. അതുപോലെ തന്നെ കൃത്രിമത്വവും അതുപോലെ തന്നെ അഴിമതിയും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഒരു തെറ്റെന്ന രീതിയിൽ സർക്കാരിന് ചൂണ്ടിക്കാട്ടാൻ സാധിക്കുന്നത് എന്നൊരു ചോദ്യമാണ് ഇവിടെ എൻ പ്രശാന്ത് ഫേസ്ബുക്കിലൂടെ ഇന്ന് രാവിലെ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. താൻ ചെയ്തത് തികച്ചും ശരിയാണെന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത്. എന്നാൽ ഈ തെളിവുകളെല്ലാം തന്നെ, താൻ ചൂണ്ടിക്കാട്ടിയ തെറ്റുകളിലെ തെളിവുകളെല്ലാം തന്നെ സർക്കാരിന് മുന്നിൽ ഹാജരാക്കിയിട്ടുകൂടി സർക്കാർ യാതൊരു തരത്തിലുമുള്ള നടപടികളും സ്വീകരിച്ചില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം അതും ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നുണ്ട്. താൻ കൃത്യമായ തെളിവുകളൊക്കെ തന്നെ നൽകിയിരുന്നു, എന്നിട്ട് കൂടി ആ തെളിവുകളൊന്നും തന്നെ പരിശോധിക്കുകയോ അതിനെതിരെ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യാതെ തനിക്കെതിരെ ഇപ്പോൾ ഈ ഒരു 9 മാസങ്ങൾക്കിപ്പുറം 6 മാസം കൊണ്ടാണ് ഈ ഒരു പ്രശ്നപരിഹാരത്തിനായുള്ള അല്ലെങ്കിൽ ഈ ഒരു ഉത്തരവ് സസ്പെൻഷനിലായ 6 മാസത്തിനകമാണ് കേസിൻ്റെ ബാക്കി കുറ്റപത്രമെല്ലാം സമർപ്പിക്കേണ്ടത്. ഇതെല്ലാം കഴിഞ്ഞ് 9 മാസങ്ങൾക്കിപ്പുറം എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഉത്തരവ് ഈ ഒരു സർക്കാർ പുറപ്പെടുവിച്ചെന്നൊരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. എന്തായാലും ഇതിന് തനിക്ക് തക്കതായ ഒരു മറുപടി ലഭിക്കണം എന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റിലൂടെ നമുക്ക് ഇന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്താണ് താൻ ചെയ്ത തെറ്റ്, താൻ സാധാരണ ജനങ്ങളോട് പറയുന്നത് എങ്ങനെയാണ് ഒരു തെറ്റായി സർക്കാരിന് മുദ്രകുത്താൻ സാധിക്കുന്നത് എന്നൊരു ചോദ്യമാണ് ഇവിടെ അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ഇന്ന് സമൂഹ മാധ്യമത്തിലൂടെ ഉന്നയിച്ചത്. എന്തായാലും 2 സംഘം ടിൻഡു ബിസ്വാളും അതുപോലെ തന്നെ രാജേന്ദ്ര ഖോബ്രയും അടങ്ങുന്ന ഒരു സംഘമാണ് ഈ ഒരു സർക്കാർ ഉത്തരവിൽ പറയുന്നത്. ഈ ഒരു സംഘമായിരിക്കും അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുക. 9 മാസങ്ങൾക്കിപ്പുറം എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനൊരു ഉത്തരവ് സർക്കാർ ഇറക്കിയതെന്നൊരു ചോദ്യം തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. തൻ്റെ സത്യസന്ധത അല്ലെങ്കിൽ തൻ്റെ മേലുദ്യോഗസ്ഥർ കാണിച്ച കുറച്ച് കൊള്ളരുതായ്മകളെ പുറം ലോകത്തോട്ട് കാണിക്കുന്നത്, സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എപ്പോഴാണ് ഒരു അധിക്ഷേപത്തിലേക്കും തൻ്റെ കൃത്യനിർവഹണം നടത്തുന്നതിനെതിരായിട്ടും താൻ പ്രവർത്തിച്ചത് എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ഇവിടെ ഈ ഒരു സമൂഹ മാധ്യമങ്ങളിലൂടെ ഉന്നയിക്കുന്നത്. കൃഷ്ണരാജ്, ഇതിപ്പോൾ സസ്പെൻഷൻ വന്ന് 6 മാസത്തിനുള്ളിൽ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടതാണ്.
എന്നാൽ ഇത് 9 മാസം കഴിയുന്നു. അപ്പോൾ അതൊരു ചട്ടലംഘനം അവിടെയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ അന്വേഷണ പ്രഖ്യാപനം നിലനിൽക്കുമോ? കൃഷ്ണ, അതൊരു ചോദ്യമാണ്. അന്വേഷണ പ്രഖ്യാപനം നിലനിൽക്കുമോ എന്നത് നമുക്ക് വരും മണിക്കൂറിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇവിടെ സർക്കാർ കാണിക്കുന്നത് തങ്ങൾക്കിഷ്ടപ്പെട്ട ആളുകളെ ഒരു സേഫ് സോണിലേക്ക് കൊണ്ടുവരിക എന്നൊരു പ്രവണതയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം 6 മാസത്തിനകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുക എന്നത് ചട്ടത്തിൽ പറയുന്ന ഒരു വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയ്ക്കെതിരായിട്ടാണ് ഇപ്പോൾ 9 മാസങ്ങൾക്കിപ്പുറം ഇങ്ങനെ ഒരു ചട്ടലംഘനം പോലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സർക്കാർ ഇതിന് തക്കതായ ഒരു മറുപടി നൽകേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഉടൻ തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഇതിന് മേലുള്ള പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സർക്കാർ തങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് IAS ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരെ ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് നീക്കാനുള്ളൊരു അല്ലെങ്കിൽ സുരക്ഷിതമായി അവരെ ഒന്ന് സുരക്ഷിതരാക്കാനുള്ളൊരു ശ്രമമാണ് ഇവിടെ നടത്തുന്നതെന്ന് വളരെ വ്യക്തമായി തന്നെ സാധാരണ ജനങ്ങൾക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ വരും മണിക്കൂറിൽ മാത്രമായിരിക്കും എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഉത്തരവ് വീണ്ടും ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഇറക്കാനുണ്ടായ ഒരു കാരണം, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു കാരണം എന്തുകൊണ്ടാണെന്ന് നമുക്ക് സർക്കാരുമായുള്ള പോരാട്ടം വീണ്ടും കനക്കുന്നു. അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് N പ്രശാന്തിനെതിരെ. പക്ഷേ എന്താണ് താൻ അധിക്ഷേപിച്ചതെന്ന് കൂടി വ്യക്തമാക്കൂ, സത്യം പറയുന്നത് എങ്ങനെ അധിക്ഷേപമാകും എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി പോസ്റ്റ് വന്നിരിക്കുന്നത്. ആ പോരാട്ടം അങ്ങനെ തുടരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ്. ശ്രീനന്ദ.